ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാൻ ഒരുപാട് പേരുടെ നിയോഗങ്ങൾ നമുക്ക് എഴുതി വന്നിട്ടുണ്ട്. എല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കാനും എല്ലാവരുടെയും നിയോഗങ്ങൾ പറയാനും നമുക്ക് പറ്റത്തില്ല. എങ്കിൽ പോലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് എന്ന് പറഞ്ഞവർ സമർപ്പിക്കാം, സജി എന്ന് പറഞ്ഞ് സമർപ്പിക്കാം, ജെയിംസിനെ സമർപ്പിക്കാം, സ്റ്റീഫയെ സമർപ്പിക്കാം, കൂടാതെ കൃപയെ സമർപ്പിക്കാം. ബാക്കി ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഇവർ എഴുതിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനമാണ്. തീ കൊളുത്തുകയും തീക്കൊള്ളി മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം. ഹല്ലേലൂയ. വചനം പറയുകയാണ്, തീ കൊളുത്തുകയും തീക്കൊള്ളി കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരെ. ഇതിൻ്റെ പശ്ചാത്തലം പല ആസക്തികൾ മാനുഷികമായ എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും പല ലഹരിയുടെ അടിമത്തിൽ കഴിയുന്ന മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. വചനം അതുകൊണ്ടാണ് പറയുന്നത്, തീക്കൊള്ളി കയ്യിൽ കൊണ്ടു നടക്കുകയും തീ മിന്നിക്കുകയും ചെയ്ത നിനക്ക് ദുരിതമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ തരുന്ന പ്രതിഫലം ഇതാണ്, നീ തളർന്നു കിടക്കുമെന്ന്. അവസാന നാളുകളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചില വേദനകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ക്ഷമിച്ച്, മദ്യപിക്കുമ്പോഴും പുകവലിക്കുമ്പോഴൊക്കെ ഒന്ന് ഓർക്കണം. ഇതൊക്കെ ദൈവസന്നദ്ധിയിൽ ഒരുപാട് തരത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നതിന് സമാധാനം കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഓർത്തുപോയിട്ട് അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ ആമുഖത്തിൽ പ്രാർത്ഥിച്ച ഓരോ കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നത്. അതുപോലെ സൂസി തോമസ് എന്ന മകളുടെ സഹോദരൻ്റെ സർജറി എത്രയും വേഗം നല്ല വിജയമാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെല്ലാം ദൈവമേ നിന്റെ കരുണ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമിതമായ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും പീഡനത്തിൽ കഴിയുന്ന മക്കൾക്ക് അതിൽ നിന്നും ഒരു മോചനം കൊടുത്ത് ആ കുടുംബങ്ങളെ, ആ വ്യക്തികളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആസക്തികളെ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.